ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം. അടുത്തതായി നമുക്ക് പൂർവഭാഗത്തിലെ 9 മുതൽ 11 വരെയുള്ള 9, 10, 11 എന്നീ 3 ശ്ലോകങ്ങൾ ഇന്ന് കാണാം. 9-ാമത്തെ ശ്ലോകം യുധിഷ്ഠിരന്റെ ചോദ്യത്തിന് ഉത്തരമായിട്ട് ഭീഷ്മാചാര്യർ ഉത്തരം പറയുകയാണ്. അല്ല, ആദ്യത്തെ ശ്ലോകമാണ് ഇത്. ശ്രീ ഭീഷ്മ ഉവാച ജഗത് പ്രഭും ദേവദേവമനന്തം പുരുഷോത്തമം സ്തുവൻ നാമ സഹസ്രേണ പുരുഷ സതതോത്ഥിതഃ. അർത്ഥം: ഭീഷ്മർ യുധിഷ്ഠിരനുള്ള മറുപടിയായിട്ട് ഇങ്ങനെയാണ് പറയുന്നത്. സകല ജഗന്നിവാസനായ, സകല ജഗത്തിനും ആശ്രയമായ, സകല ദേവന്മാരുടെയും നാഥനായ, അനന്തനും പരമപുരുഷനുമായ പരമാത്മാവിന്റെ 1000 നാമങ്ങൾ ദൃഢമായ മനസ്സോടുകൂടി സ്ഥിരം ജപിക്കുന്ന മനുഷ്യർ സകല ദുഃഖങ്ങളിൽ നിന്നും മോചിതനാകുന്നു. ഇതാണ് ഇതിന്റെ വാക്യാർത്ഥം. ഏതൊരു ഭഗവാന്റെ നാമങ്ങൾ ഉച്ചരിക്കുന്നത് കൊണ്ടാണ് മനുഷ്യർക്ക് മോക്ഷം ലഭിക്കുക എന്നതായിരുന്നു യുധിഷ്ഠിരൻ ചോദിച്ചത്. അതിനുത്തരമായിട്ടാണ് ഭീഷ്മര് പറയുന്നത്, അവൻ ജഗത് പ്രഭുവാണ്, ലോകത്തിന്റെ മുഴുവൻ പ്രഭുവും. ആർക്കാണോ മറ്റൊരു പ്രഭു ഇല്ലാത്തത്, അങ്ങനെയുള്ള പ്രഭുവാണ് ഭഗവാൻ. അവൻ എല്ലാ ദേവന്മാരുടെയും പ്രഭുവാണ്. അവന്റെ നിയന്ത്രണത്തിലാണ് സകല ദേവന്മാരും ജഗത്ത് മുഴുവനും ചലിക്കുന്നത്. ആദിയും അവസാനവുമില്ലാത്ത അനന്തനായ പ്രഭുവിന്റെ സഹസ്രനാമങ്ങൾ ഭക്തിപൂർവ്വം ജപിക്കുന്ന മനുഷ്യർ സംസാര ചക്രത്തിൽ നിന്നും മോചിതനാകും. ഇതാണ് ഭീഷ്മര് പറയുന്നത്. ഇനി ഭഗവാൻ തന്നെയാണ്, ഈശ്വരൻ തന്നെയാണല്ലോ ജഗത് രൂപത്തിൽ അല്ലെങ്കിൽ പ്രപഞ്ച രൂപത്തിൽ പ്രകടമായിരിക്കുന്നത്. പ്രപഞ്ചത്തിലെ ഓരോ ശക്തിയും ഈശ്വരൻ തന്നെയാണ്. നമ്മുടെ കണ്ണുകൾ ഓരോ വസ്തുവിന്റെയും രൂപവും വർണ്ണവും കാണുന്നു. എല്ലാവരും കാണുന്നുണ്ട്. ഒരു വസ്തുവിനെ ഒരേ രൂപത്തിലും ഒരേ വർണ്ണത്തിലും തന്നെയാണ് എല്ലാവരും കാണുന്നത്. നമ്മളിപ്പോ ഒരു താമരപ്പൂവിനെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ കാണുന്ന താമരപ്പൂവിനെ തന്നെയാണ് നിങ്ങളും കാണുന്നത്. അതിന്റെ നിറവും എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് കാണുന്നത്. അങ്ങനെ കാണാൻ സാധിക്കുന്നത് ആ കണ്ണിന്റെ കാഴ്ചശക്തി ഉള്ളത് കൊണ്ടാണല്ലോ. ആ കണ്ണിന്റെ കാഴ്ചശക്തിയെ നിയന്ത്രിക്കുന്ന നിയമങ്ങൾ അല്ലെങ്കിൽ പ്രകൃതി നിയമങ്ങൾ, ഒരു ക്രമം ഉള്ളതുകൊണ്ടാണ് ഇത് നമുക്ക് ഒരേപോലെ തന്നെ എല്ലാവരും കാണുന്നത്. ഭഗവാൻ തന്നെയാണ് ഈ കണ്ണുകളും ഈ കാഴ്ചശക്തിയെ നിയന്ത്രിക്കുന്ന നിയമങ്ങളും എല്ലാം. ഒരു ജീവന്റെ തലത്തിൽ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ലെവൽ എന്ന് പറഞ്ഞാൽ ഇതില് കാഴ്ചശക്തി എന്ന് പറയാം. നമ്മുടെ 5 ജ്ഞാനേന്ദ്രിയങ്ങളിൽ ഒന്നാണല്ലോ കാഴ്ചശക്തി, ദൃഗ് ഇന്ദ്രിയം എന്ന് പറയും. ഇനി ഈ കാഴ്ചശക്തി തന്നെ പ്രപഞ്ചത്തിന്റെ തലത്തിൽ, അതായത് സർവ്വലോകങ്ങളുടെയും സർവ്വജീവജാലങ്ങളുടെയും കാഴ്ചശക്തി ഒരുമിച്ച് കൂട്ടി ഉള്ള ഒരു ടോട്ടാലിറ്റി ലെവൽ അല്ലെങ്കിൽ ഒരു കോസ്മിക് ലെവലിലെടുത്താൽ അതിനെ ഒരു ദേവതയായിട്ടാണ് കാണുന്നത്. നമ്മുടെ സംസ്കാരത്തിൽ അത് ഒരു ദേവതയാണ്. സൂര്യദേവനാണ് സമഷ്ടി ദൃഗ് ഇന്ദ്രിയങ്ങളുടെയും, അതായത് ടോട്ടൽ സീയിങ് പവർ ദേവത. ഈ ദേവതയുടെ ഒരംശം അല്ലെങ്കിൽ അനുഗ്രഹം ആണ് ഓരോ ജീവന്റെയും കാഴ്ചശക്തി. ഇതുപോലെ ഓരോ ജീവനും പല ശക്തികളും ശാരീരികവും മാനസികവുമായ പല കരണങ്ങളും ഉപകരണം, ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. അതായത് 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി, ഇവയെല്ലാം നമ്മുടെ ഓരോ ഉപകരണമാണ്. ഉപകരണം എന്ന് പറഞ്ഞാൽ ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പ്രപഞ്ചത്തിനെ അനുഭവിക്കുന്നത്. ഓരോ അനുഭവങ്ങളും ഓരോ ഇതും നമ്മൾ ചെയ്യുന്നത് ഈ ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ടാണ്. ഇത് കൂടാതെ നമ്മുടെ ഉള്ളിൽ പല സംഭവങ്ങളും നടക്കുന്നുണ്ട്. ദഹനവും ശ്വാസോച്ഛ്വാസവും, ഇതിനെല്ലാം ഒരു ശക്തിയുണ്ട്. ഇതിനെല്ലാം ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഈ ശക്തിക്ക് ഇക്വലന്റ് ആയിട്ട്, അനുരൂപമായിട്ട് പ്രപഞ്ചതലത്തിലും ഒരു ശക്തിയുണ്ട്. ആ ശക്തിയുടെ ഒരു അംശമാണ് ഓരോ വ്യക്തിതലത്തിലുള്ള ശക്തികളെയും നിയന്ത്രിക്കുന്നത്.
അതായത് ഒരു ജീവന്റെ കാഴ്ചശക്തി പ്രപഞ്ച കാഴ്ചശക്തിയുടെ ഒരു അംശമാണ്. ആ ശക്തികളെയൊക്കെ ഓരോ ദേവതകളായിട്ടാണ് നമ്മുടെ ശാസ്ത്രത്തിൽ പറയുന്നത്. അത് നമ്മുടെ തത്വബോധം എന്ന് പറഞ്ഞ പുസ്തകത്തില് ഓരോ ഇന്ദ്രിയങ്ങളെക്കുറിച്ചും ഓരോ ശക്തികളെക്കുറിച്ചും പറഞ്ഞിട്ട് അതിന് ഇക്വലന്റ് ആയിട്ടുള്ള അധിഷ്ഠാന ദേവത ഏരാണെന്ന് അതിനകത്ത് പറയുന്നുണ്ട്. ഇനി ഇതുപോലെ തന്നെ പ്രകൃതിയിൽ ഓരോ ശക്തികളുണ്ട്. പ്രകൃതി ശക്തികൾ, മഴ, വെയില്, കാറ്റ്, കൊടുങ്കാറ്റ്, ഇങ്ങനെ ഉള്ള പർവ്വതങ്ങള്, നദികള്, ഇതിനെയെല്ലാം ഓരോ ദേവതയായിട്ടാണ് നമ്മുടെ സംസ്കാരത്തിൽ കാണുന്നത്. അതായത് വൈദിക സംസ്കാരത്തിൽ, നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൽ, ആർഷഭാരത സംസ്കാരം എന്ന് പറയുന്നത്, ഇതില് ഒരു ശക്തിയും ജഡമല്ല. മോഡേൺ സയൻസിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം ചൈതന്യമില്ലാത്ത ഓരോന്ന്. ഈവൻ മാറ്ററും എനർജിയും ഒന്നിനും ചൈതന്യമില്ല, ഇതെല്ലാം ജഡമായിട്ടുള്ളതാണ്. എന്നാൽ നമ്മുടെ സംസ്കാരത്തിൽ ഇതിനെല്ലാം ചൈതന്യമുള്ള ഒരു വസ്തുവാണ്. ഒരു നദി ഒഴുകുന്നുണ്ടെങ്കിൽ അത് ചൈതന്യമുള്ള ഒരു ദേവതയാണ്. ഒരു പർവ്വതം, വിശാലമായി നിൽക്കുന്ന ഒരു പർവ്വതം, അതിനെ ഒരു ദേവതയായിട്ടാണ് നമ്മൾ കാണുന്നത്. ഒരു മരം, ജീവനുള്ള ഒരു മരത്തിനെ ഒരു ദേവതയായിട്ടാണ് കാണുന്നത്. ഒരു മരമല്ല, ആ മരത്തിന്റെ കളക്ഷൻ, ആ പ്രപഞ്ച രൂപത്തിലുള്ള ആ മരങ്ങളുടെ കളക്ഷനെ ഒരു ദേവതയായിട്ടാണ് നമ്മൾ കാണുന്നത്. അങ്ങനെയാണ് നമ്മുടെ അനേകം ദേവതകൾ ഉണ്ടായിരിക്കുന്നത്. നമ്മുടെ ഈ സനാതന ധർമ്മത്തെക്കുറിച്ച് യാതൊന്നും അറിയാത്ത പലരും നമ്മുടെ ഈ അനേക ദേവതാ സംസ്കാരത്തെ കളിയാക്കാറുണ്ട്. എന്നാൽ പ്രപഞ്ച തലത്തിലുള്ള ഓരോ ചൈതന്യത്തെയും ദേവതമാരായി കാണുന്ന നമുക്ക് 30 മുക്കോടിയല്ല, അതിലും കൂടുതൽ ദേവതമാരുണ്ടാവും. ഇത് തന്നെയാണ് വിശ്വക്സേനൻ എന്ന ഒരു നാമമുണ്ട്. വിഷ്ണു ഈ സഹസ്രനാമത്തിൽ തന്നെ 125ാമത്തെ നാമമായിട്ട് വരുന്ന ഒരു നാമമാണ് വിശ്വക്സേനൻ. ഈ നാമത്തിന്റെ അർത്ഥം ഈ ഇത് തന്നെയാണ്. പ്രപഞ്ചത്തിലുള്ള അധിഷ്ഠാന ദേവതകളെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ ദേവതകളുടെ എല്ലാം ദേവനാണ് വിഷ്ണു അല്ലെങ്കിൽ ഭഗവാൻ എന്നാണ് ആ നാമത്തിന്റെ അർത്ഥം. അത് തന്നെയാണ് ഇവിടെ ദേവദേവൻ എന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥവും. ഈ ദേവതകളെല്ലാം ഭഗവാന്റെ തന്നെ സ്വരൂപമാണ്. ഭഗവാന്റെ ഓരോ ഫങ്ഷനാണ് ഓരോ ദേവതമാരായിട്ട് ചെയ്യുന്നത്. അങ്ങനെ ഈ ദേവതമാരുടെ എല്ലാം ദേവദേവനാണ് ഭഗവാൻ. അങ്ങനെ ഭഗവാൻ അനന്തനാണ്. ഈ പ്രപഞ്ചത്തിൽ കാണുന്നതെല്ലാം ഭഗവാൻ തന്നെയാണ്. നമ്മൾ നേരത്തെ കണ്ടു, 3 വിധത്തിലുള്ള പരിമിതികളും, അതായത് ദേശകാല വസ്തു പരിമിതികൾ ഒന്നും ഇല്ലാത്ത ഒരാളാണ് ഭഗവാൻ എന്ന് കണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഭഗവാൻ ഏകനും അദ്വിതീയനുമാണ്. ഭഗവാൻ അല്ലാതെ മറ്റൊന്നും ഇല്ല. നമ്മൾ ഇൻട്രഡക്ഷനിൽ കണ്ട വിശ്വരൂപ ഈശ്വരന്റെ ആ ഒരു കൺസെപ്റ്റാണ് ഇവിടെ പറയുന്നത്. ഇനി സതതോത്ഥിത പുരുഷ, സതത ഉത്ഥിത പുരുഷ എന്ന് പറഞ്ഞാൽ എന്താണ്? സദാ ഉത്ഥിതനായിട്ടുള്ള പുരുഷൻ, അതായത് എന്ത് കാര്യവും വളരെ അർപ്പണബുദ്ധിയോടെ ചെയ്യുന്ന മനുഷ്യർ എന്നാണ് ഇതിന്റെ അർത്ഥം. ഇവിടെ ഈ അർപ്പണബുദ്ധിയോടുകൂടി മനുഷ്യർ എന്താണ് ചെയ്യുന്നത്? എന്ത് ചെയ്യുന്ന മനുഷ്യരെ കുറിച്ചാണ് പറയുന്നത്? നാമസഹസ്രേണ സ്തുവൻ, അതായത് സഹസ്രനാമം കൊണ്ട് ഭഗവാനെ സ്തുതിക്കുന്ന മനുഷ്യരാണ്. ഇങ്ങനെ സ്തുതിക്കുന്നതിൽ വളരെ അർപ്പണബുദ്ധിയോടുകൂടി ഭഗവാനെ സ്തുതിക്കുന്ന മനുഷ്യരെ കുറിച്ചാണ് പറയുന്നത്. ഇനി ഇങ്ങനെ അർപ്പണബുദ്ധിയോടെ സഹസ്രനാമം കൊണ്ട് ഭഗവാനെ സ്തുതിക്കുന്നത് കൊണ്ട് അവർക്ക് എന്താണ് ലഭിക്കുന്നത്? ജന്മസംസാര ബന്ധനാത് മുച്യതേ, ജനന മരണങ്ങൾ അടങ്ങിയ സംസാര ബന്ധനത്തിൽ നിന്ന് അവർക്ക് മോചനം ലഭിക്കും. ഇതായിരുന്നല്ലോ യുധിഷ്ഠിരന്റെ അവസാനത്തെ ചോദ്യം. ഇതിനാണ് ഭീഷ്മര് മറുപടി പറയുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഇതിന്റെ ഉത്തരമാണെന്നൊന്നും പറയുന്നില്ല, പക്ഷെ ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണത്. ഇനി പരമാത്മാവിനെ അറിയുക അല്ലെങ്കിൽ ഭജിക്കുക എന്നൊക്കെ പറഞ്ഞാല് ഭഗവത് തത്വം മനസ്സിലാക്കുക, ഭഗവാനെ എന്താണ് ഭഗവാൻ എന്നുള്ളത് തിരിച്ചറിയുക, അതാണ് അതിന്റെ അർത്ഥം. ലോകത്തിൽ എവിടെയും എന്ത് മഹത്വം കണ്ടാലും അത് ഭഗവാന്റെ മഹത്വമായി അറിയണം. അതാണ് ഭഗവാനെ തിരിച്ചറിയുക എന്ന് പറയുന്നത്. ഇനി അടുത്ത ശ്ലോകം നോക്കാം, 10ാമത്തെ ശ്ലോകം. തമേവ ചാർച്ചയൻ നിത്യം ഭക്ത്യാ പുരുഷമവ്യയം ധ്യായൻ സ്തുവന്നമശ്ച
യജമാനസ്തമേവ ച. അടുത്തതായി യുധിഷ്ഠിരന്റെ 4ാമത്തെ ചോദ്യത്തിനാണ് ഭീഷ്മാചാര്യർ ഉത്തരം പറയുന്നത്. ആ അവ്യയ പുരുഷനെ, വ്യയമില്ലാത്ത അല്ലെങ്കിൽ നാശവും ക്ഷയവൃത്തികളും ഒന്നുമില്ലാത്ത പുരുഷനെ ഭക്തിപൂർവം നിരന്തരം ധ്യാനിക്കുകയും സ്തുതിക്കുകയും നമസ്കരിക്കുകയും ചെയ്യുന്ന ഭക്തന്മാർ തീർച്ചയായും സകല ദുഃഖങ്ങളെയും അതിജീവിക്കും. അതാണ് പറയുന്നത്. പുരുഷോത്തമനായ ഭഗവാൻ യാതൊരുവിധ വികാരങ്ങളും, അതായത് ഉണ്ടായി നിലനിന്ന് വർദ്ധിച്ച് ക്ഷയിച്ച് ഇല്ലാതാകുന്ന അസ്ഥി ജായതേ വർദ്ധതേ പരിണമതേ വിവക്ഷീയതേ വിനശ്യതി, ഇങ്ങനെ 6 തരം വികാരങ്ങൾ ഒന്നുമില്ലാത്ത ആളാണ് ഭഗവാൻ. ഹൃദയാകാശത്തിൽ അന്തര്യാമിയായി സ്ഥിതി ചെയ്യുന്ന ഈ പരമാത്മാവിനെ കായികം, വാചികം, മാനസം എന്നിങ്ങനെ 3 വിധത്തിൽ ആരാധിക്കാം. ധ്യാനം എന്ന് പറയുന്നത് മാനസ വ്യാപാരമാണ്. സ്തുതി അല്ലെങ്കിൽ കീർത്തനങ്ങൾ, ഭജനകൾ ഇതൊക്കെ വാചികമാണ്. നമസ്കാരം എന്ന് പറയുന്നത് ഒരു കായിക കർമ്മമാണ്. ഇതാണ് സ്തുതിയും ധ്യാനവും സ്തുതിയും അർച്ചനയും. ഇങ്ങനെ 3 വിധത്തിൽ ധ്യാനിക്കാം. ഇങ്ങനെ ചെയ്യാൻ പറ്റാത്തവര് മറ്റുള്ളവരെ കൊണ്ട് തങ്ങൾക്ക് വേണ്ടി ചെയ്യിച്ചാലും മതി. അതായത് ഒരു പൂജാരിയെ കൊണ്ടൊക്കെ നമ്മൾ പൂജയൊക്കെ നടത്തിയിരിക്കുമല്ലോ, അങ്ങനെ ചെയ്യിച്ചാലും മതി. അതായത് യജമാനായി ഇരുന്നു കൊണ്ട് കർമ്മികളെ കൊണ്ട് കർമ്മം ചെയ്യിക്കാം നമുക്ക് വേണ്ടിയിട്ട്. അപ്പോൾ കായികമായിട്ടോ മാനസമായിട്ടോ വാചികമായിട്ടോ അല്ലെങ്കിൽ യജമാനായി ഇരുന്നു കൊണ്ടോ ഭഗവാനെ ഭക്തിപൂർവം ഭജിക്കുന്നവർക്ക് മോക്ഷം കിട്ടും എന്നാണ് ഇവിടെ ഭീഷ്മാചാര്യർ പറയുന്നത്. ഇനി അടുത്തതായി അടുത്ത ശ്ലോകം നോക്കാം. 11. അനാദിനിധനം വിഷ്ണും സർവലോകമഹേശ്വരം ലോകാധ്യക്ഷം സ്തുവൻ നിത്യം സർവദുഃഖാദിഗോ ഭവേത്. ഇനി ഇത് 3ാമത്തെ ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് ഭീഷ്മര് പറയുന്നത്. ആദിയും അന്തവും ഇല്ലാത്ത, ആദി എന്ന് പറഞ്ഞാൽ തുടക്കം അല്ലെങ്കിൽ ജനനം, നിധനം എന്ന് പറഞ്ഞാൽ ഒടുക്കം, അവസാനം അല്ലെങ്കിൽ മരണം എന്ന് പറയാം. അങ്ങനെ ആദിയും നിധനവും ഇല്ലാത്ത, ജനനവും മരണവും ഇല്ലാത്ത ആളാണ് ഭഗവാൻ. സകല ലോകത്തിൻ്റെയും നാഥനായ, തനിക്ക് മുകളിൽ മറ്റൊരു നാഥനും ഇല്ലാത്ത വിശ്വസ്ഥിതി കർത്താവായ ഭഗവാനെ ഭക്തിപൂർവം സ്തുതിക്കുന്നവരുടെ എല്ലാ ദുരിതങ്ങളും അവസാനിക്കും. ഇവിടെ നമ്മൾ എല്ലാ ദുരിതങ്ങളും അവസാനിക്കുന്ന കാര്യം തന്നെയാണ് പറയുന്നത്. ആദിയും അന്തവും ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ മറ്റെല്ലാ മാറ്റങ്ങളെയും നിരാകരിച്ചിരിക്കുന്നു. അതായത് അസ്ഥി ജായതേ വർദ്ധതേ വിപരിണമതേ അവക്ഷീയതേ വിനശ്യതി, എങ്ങനെയുള്ള 6 വിധത്തിലുള്ള മാറ്റങ്ങളും അല്ലെങ്കിൽ ചേഞ്ചുകളും പരിണാമങ്ങളും ഇല്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഭഗവാനെ അനാദി കാരണം, എല്ലാത്തിൻ്റെയും കാരണവും എന്നാൽ തനിക്ക് മറ്റൊരു കാരണമില്ലാത്തവനും, അതായത് ഭഗവാന്റെ തന്നെ ജനനത്തിന് വേറൊരു കാരണമില്ല. ഭഗവാന് ഒരു എന്താ പറയുന്നേ, കാരണമായിട്ട് മറ്റൊന്നുമില്ല. ഒന്നിൽ നിന്നും ഉണ്ടായതല്ല ഭഗവാൻ, ആദ്യം തൊട്ടേ ഉള്ളത് തന്നെ. ഈ ഭഗവാൻ വിഷ്ണുവാണ്. വിഷ്ണു എന്നാൽ എല്ലായിടത്തും വ്യാപിച്ചു നിൽക്കുന്ന സർവവ്യാപിയായ ആളാണ് ഭഗവാൻ. അകത്തും പുറത്തും ഒരുപോലെ വ്യാപിച്ചു നിൽക്കുന്നു. ഭഗവത്ഗീതയിൽ പറയുന്നത് മയാതമിതം സർവം ജഗത് അവ്യക്തമൂർത്തിന എന്നാണ്. എന്നെ കൊണ്ട് തന്നെയാണ് ഈ ജഗത്ത് മുഴുവൻ തതം ആയിരിക്കുന്നത്, എന്ന് വെച്ചാൽ വ്യാപിച്ചിരിക്കുന്നത്. ഞാനാണ് ജഗത്തിൽ മുഴുവൻ വ്യാപിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നാരായണ സൂക്തത്തിൽ പറയുന്നത് അന്തർബഹിഷ്ഠതത് സർവം വ്യാപ്യനാരായണസ്ഥിത, അകത്തും പുറത്തും ഞാൻ തന്നെ, നാരായണൻ തന്നെ വ്യാപിച്ചിരിക്കുകയാണ്. അടുത്തത് സർവലോക മഹേശ്വരം. ഇവിടെ ലോകം എന്നതിനെ ലോക്യതേ ഇത് ലോകം, അതായത് നാം അറിയുകയും അനുഭവിക്കുകയും ചെയ്യുന്ന ലോകമാണ് എന്നാണ് എടുക്കേണ്ടത്. അല്ലാതെ കഴിഞ്ഞ ശ്ലോകത്തിൽ കണ്ടതുപോലെ ശാസ്ത്രം എന്ന അർത്ഥമല്ല ഇവിടെ വരുന്നത്. നമ്മുടെ അനുഭവങ്ങളെയാണ് ലോകം എന്ന് പറയുന്നത്. നമ്മുടെ അനുഭവങ്ങളെ ശാസ്ത്രത്തിൽ 14 ലോകങ്ങളായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പല തലങ്ങളിലുള്ള അനുഭവങ്ങളെ കുറിച്ചാണ് ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതാണ് ഈ അനുഭവങ്ങളുടെ 14 തലങ്ങളാണ്
14 ലോകങ്ങളായിട്ട് പറയുന്നത്. ഇതുപോലെ ഓരോ ലോകത്തിനും ഓരോ ദേവതമാരുണ്ട്. ബ്രഹ്മാജി, ഇന്ദ്രൻ, വരുണൻ തുടങ്ങിയവരൊക്കെ ഇതുപോലെ ഓരോ തലങ്ങളുടെ അനുഭവങ്ങളുടെ നാഥന്മാരാണ്. ഇവരെല്ലാവരും ഭഗവാന്റെ ആജ്ഞാനുവർത്തികളായ സേവകരാണ്. ഭഗവാനാണ് ഇവരുടെ എല്ലാവരുടെയും നേതാവ്. അതുകൊണ്ട് തന്നെ ലോകമഹേശ്വരനും ലോകാധ്യക്ഷനുമാണ് ഭഗവാൻ. തൻ്റെ ചൈതന്യവും ഉണ്മയും അല്ലെങ്കിൽ കോൺഷ്യസ്നെസ് ആൻഡ് എക്സിസ്റ്റൻസ്, അവയർനെസ്സും എക്സിസ്റ്റൻസും കൊണ്ട് എല്ലാ അനുഭവങ്ങളെയും ഭഗവാനാണ് അനുഗ്രഹിക്കുന്നത്. അതായത് എല്ലാ അനുഭവങ്ങളും നമുക്ക് അനുഭവവേദ്യമാക്കുന്ന ഭഗവാനാണ്. സ്തുവൻ നിത്യം, അതായത് നിത്യം സ്തുവൻ, എന്നും സ്തുതിക്കുന്നവൻ. ഭഗവാന്റെ കരുണയ്ക്കായി ചെയ്യുന്ന ഒരു വാചിക കർമ്മമാണ് സ്തുതി എന്ന് പറയുന്നത്. വാചികമായിട്ടാണ് പറയുന്നെങ്കിലും ഇതിൽ മാനസ വ്യാപാരം ഉണ്ടായിരിക്കണം. ഭഗവാനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് വേണം നമ്മൾ വാക്കുകൊണ്ട് സ്തുതിക്കാൻ. ഒരു നാവുകൊണ്ട് മാത്രം ഭഗവാന്റെ അനന്തഗുണങ്ങളെ സ്തുതിക്കാൻ കഴിയില്ല. 1000 നാവുകൾ ലഭിച്ചാൽ പോലും മതിയാവില്ല എന്ന ഭാവത്തോടെയാണ് വാൽമീകി മഹർഷി ഭഗവാനെ പ്രാർത്ഥിച്ചത്. നാരദൻ വാൽമീകിയോട് പറഞ്ഞു, ഭഗവാനെ സ്തുതിക്കാൻ പറഞ്ഞപ്പോൾ വാൽമീകി ഇങ്ങനെയാണ് പറഞ്ഞത്: ഒരു നാവ് കൊണ്ടല്ല, 1000 നാവുകൾ ലഭിച്ചാൽ പോലും ഭഗവാനെ സ്തുതിക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. അതുപോലെ സർവവ്യാപിയായ ഭഗവാൻ ലോകത്തിന്റെ തന്നെ മഹേശ്വരനാണ്. അങ്ങനെയുള്ള ഭഗവാനെ സ്തുതിക്കുന്നത് കൊണ്ട്, അതുകൊണ്ട് ഭഗവാനെ സ്മരിക്കുന്നത് കൊണ്ട് മാത്രം എല്ലാ ദുഃഖങ്ങളും അവസാനിക്കും. എല്ലാ ദുഃഖങ്ങളും അവസാനിക്കുക എന്നത് ജപം, അർച്ചന, സ്തുതി, ഇങ്ങനെ എല്ലാത്തിനും കിട്ടുന്ന ഫലമാണ്. അപ്പോൾ ഇതാണ് ഈ 3 ശ്ലോകത്തിന്റെ അർത്ഥം. ഇനി അടുത്ത ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.